പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ നാശനഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യമൊക്കെ പോയി ഇനി മദ്രസയിലെ പിള്ളേരെ ഇറക്കാൻ പോവുകയാണെന്നാണ്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? ശരിയാണത്. കാരണം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നതാണ് സൈന്യം ഏകദേശം 5000-ഓളം സൈനികർ രാജിവെച്ച് പോയി. ഉദ്യോഗസ്ഥർ പലരും രാജിവെച്ച് പാകിസ്ഥാൻ തന്നെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ്. ആണവായുധം പ്രയോഗിക്കും, മിസൈലുകൾ പ്രയോഗിക്കും, ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ആക്രമിക്കാനൊക്കെ ആരെങ്കിലും വേണ്ടേ പാകിസ്ഥാന്? അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനികർ പറഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ടാവില്ല, ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഞങ്ങൾ വിടുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. കറാച്ചി ഏകദേശം കത്തിച്ച് ഒരു പരുവമാക്കി. ബലൂചിസ്ഥാൻ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് അവർ സ്വതന്ത്രരാവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല ഇത്, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രതിരോധ മന്ത്രി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറിക്കോ, മദ്രസകളിലെ പിള്ളേരുണ്ടല്ലോ ഇനി അവരെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാം നിര പ്രതിരോധം അവരെ വെച്ചിട്ടാണ്. ഈ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എത്ര പ്രായം കാണും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. ഈ എത്ര വയസ്സ്, എനിക്കത് അറിയില്ല, എത്ര വയസ്സ് മുതലാണ് മദ്രസയിൽ പഠനം തുടങ്ങുന്നത്? കുട്ടിക്കാലം തൊട്ട് 3-4 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ പഠിക്കാം? അവർക്ക് 10ാം ക്ലാസ്സാണ്, 15 വയസ്സ് വരെ പഠിക്കാം. അതിനുശേഷം പിന്നെ ഇവർക്ക് ഈ ഡിഗ്രി കോഴ്സുകൾ പോലുള്ള കോഴ്സുകളുണ്ട്, അത് മദ്രസയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കോഴ്സും ഉണ്ട്. അങ്ങനെ ഇവർക്ക് പല രീതിയിലുള്ള കോഴ്സുകളാണ് കൊടുക്കുന്നത്. ഈ ഏതോ 3 മുതൽ 10 വയസ്സുള്ള 15 വയസ്സുള്ള പിള്ളേരെ ആദ്യം വിടുമായിരിക്കും, ആദ്യം നിര എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ 15 വയസ്സ് മുതൽ 20 വയസ്സുള്ള പിള്ളേർ അങ്ങനെ ഇരിക്കും പ്രതിരോധ മന്ത്രി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരാണിനി ഇന്ത്യക്കെതിരെ പിന്നെ പ്രതിരോധത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അടിക്കാനും വരുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇയാൾക്ക് ഈ ഇന്ത്യയുടെ അടി കൊണ്ട് മാനസികമായി എന്തോ പ്രശ്നമായി, ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് മാനസികമായ പ്രശ്നമുള്ള ആളാണ് ജനിച്ച പോലെ. അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുക വിഡ്ഢിത്തരം ഇയാളെ പറയില്ല. ഇയാളെ മാറ്റാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഇയാൾ ആ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി. നമുക്കൊരു പ്രതിരോധ മന്ത്രിയുണ്ട്, രാജ്നാഥ് സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എപ്പോഴെങ്കിലും പ്രകോപനപരമായോ അനാവശ്യമായ ഒരു കാര്യം പറയുകയോ ഒരു പ്രസ്താവന ഇറക്കുന്നതോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ യുദ്ധ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇതിനു മുൻപ് എപ്പോഴെങ്കിലുമോ? പ്രതിപക്ഷം എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അതിനെ മിതമായി മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്ന രാജ്നാഥ് സിംഗ്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് നമ്മുടെ സൈന്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ആ പ്രതിരോധ മന്ത്രി നമുക്കുള്ളപ്പോഴാണ് ഒരു ചുമ്മാ അല്ല പാകിസ്ഥാനിലുള്ളവരെല്ലാം ഭീകരവാദികളായി മാറുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും പാക് സൈന്യത്തിൻ്റെയും ഒക്കെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പാക് ദേശീയ അസംബ്ലിയിൽ പോലും നുണ പറയുന്നതിന് ഈ പാക് പ്രതിരോധ മന്ത്രിക്ക് ഒട്ടും ശങ്കയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൈവിട്ട പ്രയോഗങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഉയർത്തെഴുന്നേക്കും. പാക് സൈന്യവുമായി പാക് ഭരണകൂടത്തിലുള്ള അകൽച്ച കൂടിയാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തെളിയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാക് സൈന്യം 5 ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെ കുറിച്ച് അറിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഇന്ത്യയുടെ ഡ്രോണുകൾ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളുടെ ആസ്ഥാനങ്ങൾ കണ്ടെത്താനെത്തിയതെന്നും എന്നാൽ ആ ആസ്ഥാനങ്ങൾ വെളിപ്പെടുത്താൻ പാക് സൈന്യം ആഗ്രഹിക്കുന്നതിനാൽ അവയെ വെടിവെച്ചിട്ടില്ലെന്നും പാക് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇത്തരം അസംബന്ധമായ പ്രസ്താവനകൾ പാകിസ്ഥാനെ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാക്കാനേ ഉപകരിച്ചുള്ളൂ. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ട്രോളുകളും വരുന്നുണ്ട്. മദ്രസ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ 2ാം പ്രതിരോധ നിര എന്നതായിരുന്നു ആ വിവാദ പ്രസ്താവന. അതിന് പിന്നാലെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് പാക് അധീന കാശ്മീരിലെ മദ്രസകളിൽ തീവ്രവാദ പരിശീലനം നടക്കുന്നുണ്ട് എന്നത് ഇന്ത്യ വളരെ കാലമായി ഉയർത്തിയ ആരോപണമാണ്. ഇന്ത്യയുടെ ഈ ആരോപണമാണ് തങ്ങളുടെ 2ാം പ്രതിരോധ നിര മദ്രസ വിദ്യാർത്ഥികളാണ് എന്ന പ്രയോഗത്തിലൂടെ ഖ്വാജ ആസിഫ് സ്ഥിരീകരിച്ചതെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ പറയുന്നു. ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുണ്ട് എന്ന് ഖ്വാജ ആസിഫ് സമ്മതിച്ചിരുന്നു. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നതിൻ്റെ ദീർഘകാല ചരിത്രം പാകിസ്ഥാൻ ഉണ്ടെന്നും അത് US ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് വേണ്ടി കൂടിയാണെന്നും ഇയാൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെ ഹോജയുടെ 2003 വിവാദ പ്രസ്താവനയും സമൂഹ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കി. സ്ത്രീകൾ ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്നു, അതിനാൽ പുരുഷന്മാരെ പോലെ അവരും വൃത്തികെട്ട പരാമർശങ്ങളെ നേരിടണം
എന്നാണ് അയാൾ പറഞ്ഞത്. പാക് സംഘർഷത്തിനിടെ സമൂഹ മാധ്യമങ്ങൾ പാക് പ്രതിരോധ മന്ത്രിയുടെ വാവിട്ട വാക്കുകളെ ട്രോളുകളായി പരിവർത്തനം ചെയ്യുന്ന തിരക്കിലാണ്. വിടുവായുത്തം മൂലം പ്രതിരോധ മന്ത്രി പദവിയിൽ നിന്ന് ഹോജ ആസിഫിനെ മാറ്റണമെന്ന ആവശ്യം പാക് സമൂഹ മാധ്യമങ്ങളിൽ ശക്തവുമാണ്. അതായത് എന്ത് പറയുന്നു എന്ന് അയാൾക്ക് അറിയില്ല. എന്ത് വിടുവായുത്തരവും വിളിച്ചു പറയാതെ ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ അതിർത്തികളിലുള്ള പാകിസ്ഥാന്റെ മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുകയാണ്. ഈ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് മദ്രസകളിൽ എന്നൊക്കെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും വന്നിരുന്നു. പാകിസ്ഥാനിലെ മദ്രസകളിലാണ് ഈ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ ഏകദേശം 1000-ഓളം മദ്രസകൾ പാകിസ്ഥാൻ പൂട്ടി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി അടച്ചു. വിദ്യാർത്ഥികൾ ഇനി വരണ്ട എന്ന് പറഞ്ഞു. കാരണം ഈ ഭീകരരെ താമസിപ്പിക്കാനും ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഇവർക്ക് അവിടം വേണം. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ വരണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഈ മദ്രസകളിലെ കുട്ടികളെ വിട്ട്, അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ വിട്ടുകൊണ്ട് രണ്ടാം പ്രതിരോധ നിര തീർക്കുമെന്ന് പറയുമ്പോൾ എന്താണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാകിസ്ഥാന്റെ ശീലം അതാണ്. കുട്ടികളെ എന്തിനും അവർ ഉപയോഗിക്കും. സ്ത്രീകളെ മുന്നിലേക്ക് വിട്ടിട്ട് പുറകിൽ ഇരുന്നിട്ട് അവർ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളെ വിട്ടിട്ട് ആക്രമിക്കും. ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ വലുതാണ്. ഹമാസ് ചെയ്യുന്നതല്ലേ. ഹമാസ് കൃത്യമായിട്ട് എന്താ ചെയ്യുന്ന, ആൾക്കാരെ ഹ്യൂമൻ ഷീൽഡാക്കി വെച്ച് ആശുപത്രികളിൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ ഇവരെ കേന്ദ്രീകരിക്കും. അവിടെ ആയിരിക്കും ഇവരുടെയൊക്കെ നടുക്ക് കയറിയിരിക്കും. അപ്പോൾ ബോംബ് വീഴുമ്പോഴത്തേക്ക് കുട്ടികൾ മരിക്കുമല്ലോ. അപ്പോൾ പറയും എന്താ ഇസ്രായേൽ കുട്ടികളെ കൊന്നു എന്ന് പറയും. ഇത് സ്ഥിരം ചെയ്യുന്നതാ. ഇസ്രായേൽ അവിടെ കൊണ്ട് നോട്ടീസ് ഇടും, എല്ലാവരും മാറിക്കോണം, ഞങ്ങൾ ബോംബ് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ മാറാൻ സമ്മതിക്കില്ല. ഈ ഇടയ്ക്കൊരു ഹമാസിനെതിരെ അവിടെ വലിയ പ്രതിഷേധം നടത്തും. ഹമാസിൻ്റെ ആൾക്കാർക്കെതിരെ ഹമാസ് ഈ ഭക്ഷണ വിതരണം ചെയ്യാനായിട്ട് ഈ സന്നദ്ധ സംഘടനകൾ ഗാസയിൽ വന്നപ്പോൾ അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കാൻ ചെന്നവർ ഹമാസ് വെടിവെച്ചു. ഭക്ഷണം വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെയാണ് പാകിസ്ഥാൻ ഈ പറയുന്ന കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധരെന്നോ എന്നുള്ള നോട്ടമൊന്നുമില്ല. അങ്ങനെ നോക്കില്ല. കാരണം അവർക്ക് ഭീകരവാദമാണ്. ആരെ കൊന്നിട്ടാലും ഹൂറിയെ കിട്ടണമെന്നുള്ളതാണ് അവരുടെ ചിന്ത. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഈ പറയുന്ന മാനവിക ബോധമില്ലാത്ത, എല്ലാ തരത്തിലും നശീകരണ ചിന്ത മാത്രമുള്ള ഒരു രാജ്യമാണ്. ശരിയാ. ഞാൻ ഈ ചില സമയത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ മൊല്ലാക്കന്മാർക്ക് ഉസ്താദ്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ തന്നെ അങ്ങ് വായിക്കുന്ന പുസ്തകങ്ങൾ ഏത് തരത്തിലുള്ള അത് തന്നെയാണ് പ്രശ്നം. നമ്മൾ തന്നെ വിചാരിക്കും ഇവന്മാർക്ക് ഇത് എന്തിൻ്റെ കേടാണ്, ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോന്നങ്ങ് പടച്ചു വിടുകയാണ്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഇടയ്ക്ക് കണ്ടതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ഉസ്താദമല്ലൊക്കെ ആരാണെന്തോ അയാൾ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇവിടെയല്ല നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലാണ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? അവിടെ പോകണം. അവിടെയാണ് നിങ്ങളുടെ ജീവിതം. അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലാണ്. അവിടെ 72 ഹൂറിമാർ നിങ്ങൾക്കുണ്ട്. മദ്യപ്പുഴയുണ്ട്, പാൽപ്പുഴയുണ്ട്. ഒരാപ്പിൾ പറിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ആ മരത്തിൽ 2 ആപ്പിൾ ഉണ്ടാകും. പിന്നെ ഈ 120 ഒരു റൂം തന്നെ 120 അടി നീളവും വീതിയൊക്കെ ഉള്ള റൂമുകളാണ് ഓരോ മുറികളും. പിന്നെ പരിചരിക്കാൻ ആളുകൾ. അങ്ങനെ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാളപ്പോൾ സ്വർഗത്തിൽ പോയായിരുന്നോ? ഇത് കാണാനായിട്ട് ഇത് കാണാൻ അവിടെ പോകണ്ടേ? പോകുമ്പോഴല്ലേ ഇത് മദ്യപ്പുഴ ഒഴുകുന്നത്, പാൽപ്പുഴ ഒഴുകുന്നത്, ഈ ഹൂറികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ സ്വർഗത്തിന്റെ സങ്കല്പം അവിടെ നിൽക്കുമ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, സ്വർഗത്തിൽ പോകണമെന്നാണല്ലോ പറയുന്നത്. ഇപ്പം പോകാൻ തയ്യാറാണോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വേണ്ടാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് 3-4 കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളെ ഭാര്യമാർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് കെട്ടണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ പല അച്ഛന്മാരുടെയും കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വേദനയാണ്. മറ്റൊന്നിനുമല്ല, അവരെ കെട്ടി സംരക്ഷിക്കണം, വേറെ ഒരു കാര്യത്തിനുമല്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കണേ, അങ്ങനെ എന്തിനു കെട്ടി സംരക്ഷിക്കാൻ പോകുന്നത്? ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പൈസയും കൂടിയിട്ട് ആ പെൺകുട്ടിയെ കെട്ടിച്ചയച്ചാൽ പോരെ? എന്തിനാണ് നിങ്ങളെ കെട്ടി നിങ്ങളെ സഹായിക്കുന്നത്? എന്തിനാണ്? അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരു ബോധം, ഇവരെ ഒരു 10 മിനിറ്റ് ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് തോന്നും നമ്മൾ സ്വയം അങ്ങ് തീർന്നാലെന്ന്, ഇതിലും ഭേദം അതാണെന്ന് തോന്നിപ്പോവും. അത്ര വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഈ പാക് പ്രതിരോധ മന്ത്രിയും. ഒരു മുല്ലാക്കന്മാർ പറയുന്ന തരം താഴ്ന്ന വർത്താനം ഉണ്ടല്ലോ, അതേ ടൈപ്പാണ് ഇയാളും അവിടെ കിടന്ന് ഈ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ്.